ഗുഡ് മോർണിംഗ്. ഞാൻ സജിതയാണ്. ഞാനൊരു തായ്ലൻഡ് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ പോവുകയാണ്. അപ്പോൾ ട്രെയിനിൽ കൊച്ചിയിൽ പോയിട്ട് അവിടുന്ന് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ഗ്രൂപ്പിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊച്ചിയിലേക്ക് ഒരു ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാനൊരു ബ്ലോഗറൊന്നും അല്ല. എനിക്കാണെങ്കിൽ ബ്ലോഗ് ചെയ്യാൻ അറിയില്ല. അപ്പം ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളായതുകൊണ്ട് എല്ലാവരും എന്നോട് പറയും എന്തുകൊണ്ട് ഒരു വ്ളോഗ് ചെയ്തുകൂടാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒന്നും അറിയില്ല. അതുകൊണ്ട് എനിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണം. എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ആലുവയ്ക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. അപ്പം നൈറ്റ് ഫ്ലൈറ്റാണ്, ഉറങ്ങാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊച്ചിയിൽ കീസിൽ മോള് സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ റൂമിൽ വന്ന് ഒരു 4 മണിക്കൂർ ഉറങ്ങാമെന്ന് വിചാരിച്ച് കൊച്ചിയിലിറങ്ങി. പക്ഷേ എൻ്റെ ട്രെയിൻ ലേറ്റായി, ലഗേജ് എടുക്കാൻ പോർട്ടർ വരാൻ ലേറ്റായി, അങ്ങനെ ഫുള്ള് ലേറ്റായി. അപ്പോൾ ഇനി ഉറങ്ങലൊന്നും നടക്കില്ല. ഒരു 1 അവർ റെസ്റ്റ് എടുത്തിട്ട് എയർപോർട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. 1 മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ എയർപോർട്ടിലെത്തി. എൻ്റെ കൂടെ വരുന്ന ടീമാണ്. ഇതെല്ലാവരും നല്ല തിരക്കാണ്. ചെക്ക് ഇൻ ചെയ്യുന്നിടത്ത് നല്ല തിരക്കാണ്. അങ്ങനെ ചെക്ക് ഇൻ ചെയ്തു. ഫ്ലൈറ്റ് 1 അവർ ലേറ്റാണ്, വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ആക്ച്വലി എനിക്ക് വിൻഡോ സീറ്റ് ഉണ്ടായിരുന്നില്ല. വിൻഡോ സീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എവിടെ പോവുകയാണെങ്കിലും. അപ്പോൾ 2 കുട്ടികളുണ്ടായിരുന്നു. അവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് വിൻഡോ സീറ്റ് തരും. അവർ നല്ല കുട്ടികളായതുകൊണ്ട് എനിക്ക് വിൻഡോ സീറ്റ് അവർ തന്നു. ഇതാണ് ആ കുട്ടികൾ. ഇവരും തായ്ലൻഡിലേക്ക് ട്രിപ്പ് പോവുക. പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ കൂടെ എല്ലാവരും സെപ്പറേറ്റ് ആണ് പോകുന്നത്. ചെറുതായിട്ടൊന്ന് ഉറങ്ങി. എന്തായാലും തായ്ലൻഡിൽ ലാൻഡ് ചെയ്യാൻ പോവുക. അങ്ങനെ ഞങ്ങൾ തായ്ലൻഡിലെത്തി. ഇതാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ്. ഞങ്ങൾ ബസ്സിൽ കയറാൻ പോവുകയാണ്. ഒരു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബസ്സിൽ കയറി ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Namaste. Okay. And then Sawati. ഇതാണ് ഞങ്ങളുടെ ഗൈഡ് ഷായി. ആള് നമ്മുടെ ട്രിപ്പിനെ കുറിച്ചും നമുക്ക് എവിടെയൊക്കെ പോകുന്നു എന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബാങ്കോക്ക് എയർപോർട്ടിലാണ് ഇറങ്ങിയതെങ്കിലും അവിടുന്ന് നേരെ ഞങ്ങൾ പട്ടായയാണ് ഫസ്റ്റ് പോകുന്നത്. അവസാനം ഞങ്ങൾ സ്റ്റേ ചെയ്യണ ഹോട്ടലിലെത്തി. ലോഫ്റ്റ് പട്ടായ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യണത്. ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ചിട്ട് റൂമിൽ പോയി ഫ്രഷ് ആവാം എന്ന് പറഞ്ഞിരിക്കണം. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പട്ടായയിൽ എനിക്ക് ഉള്ള റൂം. നല്ല റൂമാണ്. ഫ്രിഡ്ജ്, ഓവന്, സെറ്റി, ഡൈനിങ് എല്ലാം സൗകര്യമുള്ള റൂമാണ്. ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഒറ്റക്കൊരു റൂമായിരുന്നു. വേറെ ഫാമിലി ആയിട്ട് വന്നവർക്കും എല്ലാവർക്കും ഇതുപോലത്തെ റൂം തന്നെയാണെന്ന് പറഞ്ഞു. നല്ല റൂമായിരുന്നു. മൈ ട്രാവൽ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അവർ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ഫുഡായാലും റൂമായാലും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെ വന്നപ്പോൾ നല്ല കംഫർട്ടായി. അങ്ങനെ ഞങ്ങൾ ഫ്രഷായി കുറച്ച് റെസ്റ്റ് എടുത്ത് ലഞ്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ടൈഗർ പാർക്ക് കാണാൻ വന്നു. ടൈഗറിനെ തൊട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. അവിടെ ഓപ്പണായിട്ട് ടൈഗറുണ്ട്. പക്ഷേ എനിക്കതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂട്ടിൽ കിടക്കുന്ന ടൈഗറിൻ്റെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് അത്രേ ധൈര്യമുള്ളൂ. നടന്ന് ടയേർഡായി. ഞാൻ കുറച്ച് സമയം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പട്ടായയിലെ നല്ല ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഇത് കണ്ടില്ലേ, ഇവർ നമുക്ക് ഡ്രസ്സ് ഒക്കെ മാറി ഇങ്ങനെ നിൽക്കും. നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊടുത്താൽ അവർ നമ്മളെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും. പക്ഷേ എനിക്ക് ക്യാഷ് കൊടുക്കേണ്ടി വന്നില്ല. അവരെൻ്റെ കൂടെ വെറുതെ നിന്ന് ഫോട്ടോ എടുത്തു. ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ ഒരു ബോട്ടിൽ ഞങ്ങൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനകത്തൂടെ പോയി. ഭയങ്കര രസമാണ് കാണാൻ. നിറയെ ഷോപ്പുകളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാൻ. ഭയങ്കര
എൻജോയ് ചെയ്ത്. എനിക്ക് ചെന്നിട്ട് ഫസ്റ്റിൽ എനിക്ക് ഇഷ്ടമായത് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റായിരുന്നു. ഇത് കണ്ടില്ല, ഒരു ഫോട്ടോഗ്രാഫർ നടക്കുന്നത്, നമ്മുടെ അറിയാതെ അവർ നമ്മുടെ ഫോട്ടോ എടുക്കും. നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. 100 തായ് ബാത്താണ് അതിന് അവർ വാങ്ങിക്കുന്നത്. വീഡിയോ എടുക്കുന്ന തിരക്കിൽ അവർ ഹലോ പറഞ്ഞിട്ടൊക്കെ ഞാൻ ക്യാമറയിൽ നോക്കിക്കൊണ്ടാണ് ഞാൻ ടാറ്റ പറയുന്നത്. അത്രയും രസമായിരുന്നു കേട്ടോ, അവിടെ കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ വീഡിയോസും ഫോട്ടോസും എടുത്തിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. തായ്ലൻഡിൽ വരുന്നതെന്ന് പറഞ്ഞപ്പോഴേ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ മാംഗോ സ്റ്റിക്കി റൈസ് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും അതിന് വെയിറ്റ് ചെയ്യണം. ഇത് കണ്ടില്ലേ, പ്ലേറ്റിലൊരു സ്വീറ്റായിട്ടുള്ളൊരു ടൈപ്പ് സ്റ്റിക്കി റൈസാണ്. ആ റൈസിൻ്റെ പുറത്ത് ഇനി ഒരു സോസും കൂടെ ഒഴിക്കും. ഒരു സ്വീറ്റായിട്ടുള്ള സോസാണിത്. കഴിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ്. കുഴപ്പമില്ല. ഒരു മാംഗോ കൂടെ ചേർത്താണ് സാധനം. ഒരു വെറൈറ്റി ഇഷ്ടമായി. ഇവിടെ ഒരുപാട് ഷോപ്പുണ്ട് കേട്ടോ, ബാഗിൻ്റെ, ഡ്രസ്സിൻ്റെ, ഫുഡാണെങ്കിൽ പറയണ്ട. അവിടെ മുതലിറച്ചിയൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഏരിയക്കേ പോയില്ല, എനിക്കതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഏരിയക്കേ പോയില്ല. മുതലിറച്ചി പല സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോന്നപ്പോഴത്തേക്ക് രാത്രിയായി. നമ്മൾ അങ്ങോട്ട് പോണത് ഈ ബോട്ടിലാണെങ്കിലും തിരിച്ച് വരുന്നത് നമ്മൾ ഇങ്ങനെ ഈ ഷോപ്പിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നിട്ടാണ് വരിക. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരുപാട് രാത്രിയായി. പിന്നെ ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ, ആരും ഉറങ്ങാത്തതുകൊണ്ട് ഭയങ്കര ടയേർഡായിരുന്നു എല്ലാവരും. അപ്പോൾ ഇന്ന് പോയി ഫ്രഷായി ഒറ്റ ഉറക്കം ഉറങ്ങണം എന്നുള്ള എല്ലാവരും കുഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ പോവാ, റൂമിലേക്ക് തിരിച്ചു പോകാൻ പോവുകയാണ്. അപ്പോൾ നാളത്തെ കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വ്ളോഗിലാണ്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഗുഡ് നൈറ്റ്.